ഈ ഓടുന്നത് എൻ്റെ സ്വന്തം അനിയനാണ് ഗൈസ്. ഈ ഓട്ടം എവിടുക്കാൻ ചോദിച്ചാൽ മയിലിനെ കാണാനാണ്. ഓനെത്തുമ്പോഴേക്കും മയിൽ ഓടിപ്പോയി. അങ്ങനെ അതിന്റെ സങ്കടത്തിൽ അവൻ നടക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ അവനെ കളിയാക്കി. പിന്നെ ബസ് സ്റ്റാൻഡ് എത്തും വരെ ഞാൻ അവനെ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കും. ഇപ്പൊ അവൻ എന്നെ അടിച്ചത് ഞാൻ അവനെ മൊട്ടയെന്ന് കളിയാക്കിയത് കൊണ്ട്. അവൻക്കാണെങ്കിൽ മുടിയെടുത്തതുകൊണ്ട് എവിടേക്കും പോകാൻ ഒരു താല്പര്യം. പക്ഷെ അവൻക്ക് മുടിയെടുക്കണേയും വേണം. അംഗനവാടിയിൽ എല്ലാവരും അവനെ മൊട്ടയെന്ന് കളിയാക്കുന്ന പറഞ്ഞിട്ട് അവർക്ക് ഭയങ്കര സങ്കടമാണ്. ബൈ ദ വേ ഞങ്ങൾ ടൗൺ വരെ പോവാനാണ് ഇറങ്ങിയത്. ബസ് സ്റ്റാൻഡിൽ എത്തി നേരെ ബസ് കയറി. പിന്നെ അവിടെ ഇറങ്ങി ഹോസ്പിറ്റലിൽ പോവാനുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു വന്നത്. ഡോക്ടറെ കാണിച്ചു ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. പിന്നെ പോകുന്ന വഴിക്കൊക്കെ ഞാൻ അവനെ ശല്യപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ പോകുന്നത്. എനിക്കാണെങ്കിൽ അവന്റെ തല തൊടാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് അവൻ എന്നോട് തെറ്റിയത് കൊണ്ട് അവൻക്ക് എന്നോട് റെഡി ഇല്ലായിരുന്നു. പിന്നെ ഞാൻ അവൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു. ഉമ്മാന്റെ കയ്യിൽ പൈസ ഇല്ല, ഞാനാണ് ചോക്ലേറ്റ് വാങ്ങിച്ചു തരുന്നത്, നിനക്ക് ഞാൻ വാങ്ങിച്ചു തരൂല. പിന്നെ അവൻ കരഞ്ഞ് കൈ പിടിച്ച് അവൻ്റെ എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവനെ മൈൻഡ് ചെയ്യാത്ത പോലെ ആക്കുന്നുണ്ട്. ഓനെ കൊണ്ട് ടൗണിൽ പോയാൽ കണ്ടതും കേട്ടതൊക്കെ ഇവനക്ക് വേണം. കൊടുത്തില്ലെങ്കിൽ കരയാൻ തുടങ്ങും. അപ്പൊ ഉമ്മ വാങ്ങിച്ചു കൊടുക്കൂല പറഞ്ഞിട്ടാണ് ഇപ്പൊ ഈ കരഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. പിന്നെ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, എന്നാ വാ ഓക്കെ ശരി ഞാൻ നിനക്ക് ചോക്ലേറ്റ് വാങ്ങിച്ചു തരാം. എന്നിട്ട് ഞങ്ങൾ അവനെയും കൊണ്ട് ഡ്രസ്സ് നോക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ സാധനങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എടുത്ത് ഫുഡ് കഴിക്കാനാണ് നേരെ പോയത്. അതിന്റെ ഇടയിൽ കൂടി ഒരു പാട്ട് കേട്ട് നോക്ക്. ചോറ് മൊത്തം അവൻ കഴിച്ച് തീർത്തതല്ല, അവനെല്ലാം ഉമ്മക്ക് ഷെയർ ഇടുന്നുണ്ടായിരുന്നു. ഉമ്മ വഴക്ക് പറയുന്നത് കൊണ്ടാണ് ഉമ്മാന് സോപ്പ് ഇട്ടിട്ട് ഓന് ഉമ്മാന്റെ പ്ലേറ്റൊക്കെ ഇട്ടുകൊടുത്തത്. പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ എടുത്ത് ഞങ്ങൾ അവിടുന്ന് പോകുമ്പോൾ ഒരു സിപ്പപ്പും കൂടി കുടിച്ചു. പിന്നെ ഛർദ്ദിക്കാൻ വിളിച്ചപ്പോൾ ഒരു നെല്ലിക്കം കൂടി കഴിച്ചു. വീട്ടിൽ വന്നിട്ട് ഒരു ഡോണറ്റും കൂടി കഴിച്ചു. അപ്പൊ അത്രയുള്ളൂ. ബൈ.